അവസരങ്ങളും ചാൻസുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇഷ്ടംപോലെ പുതുമുഖങ്ങൾ രംഗത്തോട് കയറി വരാനുണ്ട്. റിയാലിറ്റി ഷോയുടെ കൂടെ നമുക്കറിയാം, കുട്ടികൾ പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ ആ റിയാലിറ്റി ഷോയിൽ വരുന്ന കുട്ടികൾ അതിൽ നിന്നും സെലക്ട് ചെയ്തുകൊണ്ട് സിനിമയിൽ പാടാനും അഭിനയിക്കാനൊക്കെ അവസരം ഉണ്ടാകുന്നു. സ്കൂളുകളിൽ നേരത്തെ ഈ അവസരം ഉണ്ടായിരുന്നു, എന്നാൽ അത് കുറെ കാലമായിട്ട് ഇല്ലാത്തൊരവസരം ഉണ്ടാകുന്നത്. ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ വൈകുന്നേരം ഒരു പീരീഡ് ഈ ആ സ്കൂളിലെ ആ ക്ലാസ്സിലെ കുട്ടികൾക്ക് അവരുടെ സർഗവാസന പ്രകടിപ്പിക്കുന്നതിനുള്ള അവസരം. അപ്പോൾ ആ സമയത്ത് 3:30 ബെല്ലടിക്കുമ്പോൾ ആ സ്കൂളിലെ കുട്ടികൾ പാട്ട് പാടാൻ കഴിയാവുന്നവർക്ക് പാട്ട് പാടുക, അപ്പോൾ ഡാൻസ്, നാടകമൊക്കെ. ഞാനൊക്കെ അതിന്റെ ഒത്തിരി പങ്കെടുത്തുള്ള ആളാണ്. ഞാൻ ഈ സ്കൂളിൽ പഠിച്ചപ്പോഴും അങ്ങനെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു നാടകത്തിലൊക്കെ അഭിനയിച്ച് ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡൊക്കെ നേടിയിട്ടുള്ള ആളാണ് ഞാൻ. അന്ന് ഇവിടെ ഒരു നാടകമൊക്കെ അഭിനയിച്ചപ്പോൾ ഞാൻ ആ നാടകത്തിൽ അഭിനയിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കുള്ള കലാവാസന പുറത്തോട്ട് കാണിക്കുക എന്നുള്ളൊരു അവസരമാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാമോ, ഒരു സ്കൂളിൽ ഒരു ക്ലാസ്സിൽ 30 കുട്ടികളുണ്ടെങ്കിൽ അത് 35 കുട്ടികൾ കാണും. ആ 35 കുട്ടികളിൽ നിന്നും ഈ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അതിൽ നിന്നും സെലക്ട് ചെയ്ത ആൾക്കാർ പ്രോഗ്രാം അവതരിപ്പിക്കുക, അവസരത്തിനുള്ള പേരുകൾ എഴുതി കൊടുക്കുകയും ആ കുട്ടികൾ ഈ ആളുകളുടെ നമ്മുടെ കുട്ടികളുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഈ പ്രോഗ്രാം അവതരിപ്പിക്കുക. അപ്പോൾ അവിടെ നമുക്ക് ഈ നമ്മുടെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ചമ്മലുകളും പേടികളും എല്ലാം മാറ്റിക്കൊണ്ട് നമുക്ക് പരിപാടികൾ അവതരിപ്പിക്കാനും കൂടുതൽ സ്റ്റേജിലോട്ട് ചെന്നുകൊണ്ട് കൂടുതൽ ആളുകൾ മുമ്പിലോട്ട് പ്രോഗ്രാം അവതരിപ്പിക്കാനും നമുക്ക് അവസരം കിട്ടും. അപ്പൊ എന്താണേലും ഇതൊരു നല്ല പ്രോഗ്രാമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ, ഈ നാട്ടിൽ നമ്മുടെ സ്കൂളിൽ 100 കണക്കിന് കുട്ടികൾ ഇവിടെ കലാരംഗപരമായിട്ടും കായികപരമായിട്ടും എല്ലാ രംഗങ്ങളിലും നിൽക്കുന്ന ആളുകളാണ്. ഇപ്പൊ തന്നെ നമുക്കറിയാം, നമുക്ക് ഈ മാധ്യമങ്ങളുടെ വളർച്ച വളരെ കാര്യമായിട്ട് ഉപയോഗിക്കണം. കാരണം വെച്ചാൽ ഇന്ന് നമുക്ക് സാധാരണക്കാരായ ആളുകൾ ഒരു പാട്ട് പാടുമെന്നൊരു തോന്നല് ഇല്ലാത്ത ആളുകളുടെ പാട്ടുകൾ പോലും ഇപ്പോൾ പല ആളുകളും യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും അല്ലെങ്കിൽ വാട്സപ്പിലൂടെയൊക്കെ ഇട്ട് ഈ ജനങ്ങളെ അറിയിക്കുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കാറുണ്ട്, ഇവർക്ക് ഇട്ട് നന്നായിട്ട് പാട്ട് പാടാൻ കഴിയുമോ. ആ ഒരു വാസന നിങ്ങളിൽ ഒഴിഞ്ഞു കിടക്കുന്നത് എടുത്തുകൊണ്ട് ജനങ്ങളിലോട്ട് എത്തിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് എന്താണ് രായക്കാട് സ്കൂൾ ഇങ്ങനെ ഒരു പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് രായക്കാട് സ്കൂളിലെ അധ്യാപകരെയും ഇതിന് നേതൃത്വം കൊടുക്കുന്ന മുഴുവൻ ആളുകളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഈ പരിപാടി ഇപ്പോൾ അത് ഇല്ലാതായിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഈ സ്കൂളുകളിൽ കുട്ടികൾക്ക് കിട്ടുന്ന അവസരം ഇല്ലാതെ